السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നാം ആദാബുൽ മുഅല്ലിം വൽ മുതഅല്ലിമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദാബുൽ മുഅല്ലിമിൻ്റെ ആദാബുൽ മുതഅല്ലിമിൻ്റെ ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 അദബുകളാണ് മുതഅല്ലിമിന് നമ്മൾ നിലവിൽ പറഞ്ഞു കഴിഞ്ഞത്. ഒന്ന്, ആത്മീയ വിശുദ്ധിയെ ആദ്യം പരിഗണന കൊടുക്കണം. പ്രഥമമായിട്ട് തൻ്റെ മനസ്സിൻ്റെ വിശുദ്ധിക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. മറ്റുള്ള ബന്ധങ്ങളും കാര്യങ്ങളുമൊക്കെ ഏറെക്കുറെ പരമാവധി കുറക്കണം. പഠനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയൂതണം. മറ്റൊന്ന്, അധ്യാപകൻ്റെ മേൽ കിബർ നടിക്കാൻ പാടില്ല. അധ്യാപകനേക്കാൾ വലിയ ആളായിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള ശ്രമം നടത്തരുത്. ഇനി 4-ാമത്തേത് വളീഫത്തുർ റാബിയ. 4-ാമത്തെ വളീഫ അൻ യഹ്തരിസ അനിൽ ഇസ്റാഇ ഇലൽ ഇഖ്തിലാഫാത്തി മിനന്നാസ്. ജനങ്ങളിൽ നിന്നുള്ള ഭിന്നിപ്പുകളിലേക്ക് ശ്രദ്ധ കൊടുക്കലിനെ സൂക്ഷിക്കുക. പഠിക്കുന്ന കാലഘട്ടത്തിൽ ആളുകൾക്കിടയിൽ പലയാതി തർക്കങ്ങളും പലയാതി വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഇവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത്. അത്തരം തർക്കങ്ങളിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇവൻ്റെ പഠനം യഥാർത്ഥത്തിൽ വഴിയിൽ മുടങ്ങുന്ന സാഹചര്യം വരും. അപ്പോൾ ആളുകൾക്കിടയിൽ എപ്പോഴും ഒരു ഏകാഭിപ്രായം ഒരു കാര്യത്തിലും ഉണ്ടാവില്ല എന്നുള്ളത് ഒരു ബേസിക് കാര്യമാണ്. നമ്മളിപ്പം ഉമ്മാനെ തച്ചാൽ 2 ഭാഗമാണ്, 2 പാർട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ? ഉമ്മാനെയുള്ളോ തച്ചത് അടിച്ചത് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. ആ തള്ളക്ക് കിട്ടേണ്ടി തന്നെയാണ് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. അപ്പം ലോകത്ത് ഒന്നിലധികം ഭീഷണങ്ങളില്ലാത്ത തർക്കങ്ങളില്ലാത്തൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ആളുകൾക്കിടയിലുള്ള അത്തരം തർക്കങ്ങളിലേക്ക് ഇവൻ ശ്രദ്ധിക്കാതിരിക്കുക. കാരണം അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഫഇന്ന ദാലിക യൂരിസു ദഹ്ശതൻ വഹൈറത്തൻ. അത് ബേജാറും വെപ്രാളും ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആളുകൾക്കിടയിൽ പലയാതെ അഭിപ്രായം അതൊന്നും കേൾക്കുമ്പോൾ ഇവന് ചിലപ്പോൾ ഒരു പിടുത്തം കിട്ടൂല. അപ്പോൾ ഓൻ പിന്നാകെ ബേജാറായി വെപ്രാളായി ആ ഭാഗത്തേക്ക് ചിന്തിക്കാൻ തുടങ്ങും. അതൊന്ന് പഠിക്കണമല്ലോ, അതിപ്പോൾ എന്താ ഓൻ അങ്ങനെ പറയാൻ, ഇപ്പം എന്താ അങ്ങനെ പറയാൻ. അപ്പോൾ അയിമക്ക് പോയ പിന്നെ പഠനം നടക്കൂല. അത് ഫൈന്നഹു യുമീലു ഫി അവലിൽ അംരി ഖൽബഹു. ആദ്യഘട്ടത്തിൽ അവൻ്റെ കൽബിനെ അത് കൊണ്ടുപോകും. ഇലാ കുല്ലിമാ യുൽഖാ ഇലൈഹി. ആ കൽബിലേക്ക് ഇടപെടുന്ന എല്ലാറ്റിലേക്കും കൽബ് കൊണ്ടുപോകും പലപ്പോഴും. ഖുസൂസൻ ഇലാ തുറുഖി തഅത്തീൽ അല്ലത്തി തുവാഫിഖുൽ കസ്ല വൽ ബത്താല. മനുഷ്യൻ്റെ മടി സാധാരണ നമ്മൾ ഒരു കാര്യം ചെയ്യാനുള്ള മടി എന്നുണ്ടാവും. ഇതിനോട് യോജിക്കുന്ന പഠനം മുടങ്ങുക എന്ന വഴിയിലേക്കാണ് പലപ്പോഴും അത് കൊണ്ടുപോവുക. കാരണം അങ്ങനെ പലതിലേക്കും നമ്മൾ അനാവശ്യമായ പലതിലേക്കും നമ്മൾ ശ്രദ്ധിക്കുക വഴി എന്തുണ്ടായിത്തീരും? ഒരു മടി വരും. ഇപ്പം എന്ത് അങ്ങനെയെന്നുള്ള. കാരണം അതിനേക്കാളും ആവേശമുള്ളതും ചിലപ്പോൾ നമുക്ക് രസമുള്ളതുമായ കാര്യമായിരിക്കും ഈ ഭിന്നിപ്പുകൾ എന്ന് പറയുന്നത്. കാരണം ഈ തർക്കങ്ങളിൽ ഇടപെടാന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രത്യേക രസമാണ്. ഇബ്ലീസ് ഉണ്ടാക്കുന്ന രസമാണത്. അപ്പോൾ ആ രസം അങ്ങനെ അനുഭവിക്കുമ്പം പിന്നെ പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വളരെ കുറയും. അപ്പോൾ അതുകൊണ്ട് അത്തരം ഇഖ്തിലാഫുകളിലേക്ക് നീങ്ങാതിരിക്കുക എന്നത് ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വലാ യജൂസു ലിൽ മുബ്തദിഈന അൽ ഇഖ്തിദാഉ ബി അഫ്ആലിൽ മുന്തഹീൻ. വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണിത്. തുടങ്ങുന്നവർക്ക് ജായിസല്ല. മുബ്തദിഈങ്ങൾ, ഒരു വിഷയം തുടങ്ങുന്നവർ, ഒരു മേഖലയിൽ ആദ്യമായി പ്രവേശിക്കുന്നവർ, അവരൊരിക്കലും മുന്തഹീങ്ങളെ പ്രവർത്തനത്തിനോട് തുടരരുത്. മുന്തഹീങ്ങൾ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നവർ. ഇപ്പോൾ പഠന മേഖലയിൽ, അത് ഇബാദത്തിൻ്റെ മേഖലയിൽ, ഏത് മേഖലയാണെങ്കിലും ഒരു വിഷയത്തിൽ ആദ്യമായി തുടങ്ങുന്നവർ ഒരിക്കലും ഒരു വിഷയത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് എന്ത് ചെയ്യരുത്, തുടരാൻ പാടില്ല. നമ്മളിപ്പം ഒരു ഡ്രൈവിംഗ് ആണെങ്കിൽ ഒരാളിപ്പോഴും ലൈസൻസ് എടുത്തിട്ടേ ഉള്ളൂ, ഓനിങ്ങനെ മോട്ടോർ സൈക്കിൾ ഓട്ടണമെങ്കിൽ വളരെ ശ്രദ്ധയോട് കൂടി ഇങ്ങനെ ചെയ്യേണ്ടി വരും. ചിലപ്പം കാലങ്ങളായി മോട്ടോർ സൈക്കിൾ ഓട്ടുന്ന ആൾ ഓൻ കൈയൊക്കെ ഇങ്ങനെ വിട്ടിട്ട് വണ്ടി ഇങ്ങനെ ഓട്ടുന്നുണ്ടാവും. കാറൊക്കെ ഓട്ടുകയാണെങ്കിൽ സ്റ്റാരിങ് വന്ന് പിന്നെ കൈയൊക്കെ എടുത്ത് ചിലപ്പോൾ മൊബൈലൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഓട്ടും. എന്നാൽ ഇതേ സംഗതി മറ്റവൻ ചെയ്താൽ ചിലപ്പോൾ നേരെ വണ്ടിയുടെ പോയി കുത്തും ചെയ്യും. കാരണം എന്താണ്? ഒന്ന് മുബ്തദി ആണ്, അവൻ തുടങ്ങുന്നവനാണ്. മറ്റവൻ കുറേ എക്സ്പീരിയൻസ് ഉള്ളവനാണ്. ഇത് ഏത് കാര്യത്തിലുമുണ്ട്. അത് ഇബാദത്തിൻ്റെ കാര്യത്തിലുണ്ട്, വിജ്ഞാന സമ്പാദനത്തിൻ്റെ കാര്യത്തിലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ മുബ്തദി ആയ ഒരാൾ, തുടങ്ങുന്ന ഒരാൾ ഒരിക്കലും എക്സ്പീരിയൻസ് ഉള്ളവൻ്റെ പ്രവർത്തനം ചെയ്യരുത്. നോക്കൂ, ഹത്താ ഖാല ബഅ്ദുഹും, ചില ഉലമാ പറയുന്നു, ചില സൂഫിയാക്കൾ പറയുന്നൊരു വാക്ക്, മൻ സാറനാ ഫിൽ ബിദായത്തി സാറ സദീഖൻ വമൻ സാറനാ ഫിൽ നിഹായത്തി സാറ സിന്ദീഖൻ. തുടക്കത്തിൽ നമ്മെ ആരെങ്കിലും സന്ദർശിച്ചാൽ സ്വാറ സുദ്ദീഖൻ, അവൻ സുദ്ദീഖാവും. അതായത്
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച സൂഫിയാക്കളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഈ സൂഫിയാക്കൾ പറയാണ് ഞങ്ങളുടെ ഈ സുലൂക്കിൻ്റെ, ഞങ്ങളുടെ ഈ തസവുഫിൻ്റെ വഴിയിൽ പ്രവേശിച്ചതിൻ്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങളാരെങ്കിലുമൊക്കെ കാണാൻ വന്നാൽ അയാൾ നമ്മളെ സ്വദീഖും സിദ്ദീഖും ഒക്കെ ആയി മാറും, അടുത്ത സുഹൃത്തായിട്ട് മാറും. കാരണം ഞങ്ങൾ അത്രയും നല്ല ഇബാദത്തിലും വിഷയത്തിലൊക്കെ ആയിരിക്കും. എന്നാൽ വമൻ സാരണ ഫിന്നിഹായ, അവസാന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും സന്ദർശിച്ചാൽ സാറ സിദ്ദീഖൻ, അവൻ മുനാഫിഖായിട്ട് മാറും. ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കണം. അവസാന സമയത്തെത്തുമ്പോൾ എന്താ ഉണ്ടാകുക? ഇവർ ഈ സൂഫിയാക്കളാകുന്ന ആളുകൾ അവരെന്ത് ചെയ്യും? പിന്നെ അവരെ കൽബ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സദാസമയത്തും ഷുഹൂദിലായിരിക്കും. ഷുഹൂദിൻ്റെ അവസ്ഥ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ. ആ ഒരവസ്ഥയിലായിരിക്കും പലപ്പോഴും പലരുടെയും കൽബെത്തിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കവരെ കാണുമ്പോൾ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഫർളൊക്കെ മാത്രം എടുക്കുന്നുണ്ടാവുള്ളൂ. ഫർളായ നിസ്കാരം നോമ്പൊക്കെ നിർവഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ സുന്നത്ത് നിസ്കരിച്ചതിനും കൂടിയും കാണൂല. ഈ സുന്നത്ത് നിസ്കരിക്കണം കൂടി നമ്മൾ കാണില്ല. നമ്മളിപ്പോൾ സുന്നത്ത് നിസ്കരിക്കും. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അള്ളാഹ് തന്നെ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നിസ്കരിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളറിയില്ല. നേരെ മറിച്ച് ഇവർ ചിലപ്പോൾ സുന്നത്തൊന്നും നിസ്കരിക്കണ്ടല്ല, പക്ഷേ അവർ അള്ളാഹിൻ്റെ മുമ്പിലായിരിക്കും. അവരിങ്ങനെ ഷുഹൂദിലായിരിക്കും ഉണ്ടാവുക. അതാണ് അള്ളാഹിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന അനുഭൂതി ആയിരിക്കും. ആ അനുഭൂതി ഇങ്ങനെ അനുഭവിക്കായിരിക്കും. അപ്പം കാണുന്ന നമുക്കോ ഓരോന്നും ചെയ്യണില്ല, ഒരു വെറുതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ഒരു ആദ്യമായിട്ട് ഈ ഇത്തരം ഏർപ്പാടുകൾ തുടങ്ങുന്ന ഒരാൾ, അവൻ കാണുമ്പോൾ ഓല് സുന്നത്ത് കേസിലൊന്നും ഇല്ലല്ലോ, ഓല് ഫർള് തന്നെ കേസിലുള്ളൂ, അങ്ങനെ പറയും. ഇതൊരുത്ത മുനാഫിക്കായി മാറാൻ കാരണമായിത്തീരും. നേരെ മറിച്ച് ഇതേ ആളുകൾ ആദ്യ സമയത്തോ എല്ലാ പെരും ഇബാദത്തായിരുന്നു, ഇബാദത്തോണ്ട് ഇബാദത്തായിരുന്നു, ദിവസം നോമ്പായിരുന്നു, സദാ നിസ്കാരമായിരുന്നു, ഇങ്ങനത്തെ അവസ്ഥ ഉണ്ട്. അപ്പം ഒന്ന് ഈ മേഖലയിൽ തുടങ്ങുന്ന ഒരാളാണ്, മറ്റത് ഈ മേഖലയിലെത്തിയ എക്സ്പീരിയൻസ് എത്തിയ അതിൻ്റെ അങ്ങേ അറ്റത്തെത്തിയ ആളാണ്. ഈ വ്യത്യാസം എല്ലാ കാര്യത്തിലും ഉണ്ട്. അതാണ് മൻ സാറണ ഫിൽ ബിദായ കാന സാറ സിദ്ദീഖൻ വമൻ സാറണ ഫിൽ നിഹായത്തി സാറ സിദ്ദീഖൻ കാരണം ഫൈന്നഹും ഫിൽ നിഹായ. അവസാന സമയത്ത് അവർ സക്കനത്ത് ജവാരിഹും മിനൽ ഹറക്കാത്തി ഇല്ലാ ഫിൽ ഫറായിദ്, അവരുടെ അവയവങ്ങൾ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും, ചലിക്കാതെ നിൽക്കും. ഫർളുകളിലല്ലാതെ ഫർള് ചെയ്യും. ഫർളായ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ അവയവങ്ങൾ ചലിക്കുള്ളൂ. സുന്നത്തുകൾക്ക് പകരം അവർ സീറൽ ഖുലൂബി വദവാമ ഷുഹൂദി അലദ്ദവാം, അവർ സ്ഥിരമായിട്ട് അള്ളാഹുവിൻ്റെ ഷുഹൂദ് കൽബതിലൂടെ ഇങ്ങനെ നടക്കുക എന്നുള്ള വിഷയത്തിന് ആണ് പകരം ചെയ്യുക. സുന്നത്തായ നിസ്കാരങ്ങൾ ഒരു പക്ഷേ അവർ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ അവരെ കൽബ് നമ്മളാ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അവസ്ഥനേക്കാളും വലിയ അവസ്ഥയിലായിരിക്കും കൽബുണ്ടാവുക. അപ്പോൾ ഒരു ഗാഫിലായ ആൾ, ഇതൊന്നും ശ്രദ്ധിക്കാത്തൊരു ചങ്ങായി എന്ത് ചെയ്യും? ഇവർ ഭയങ്കര മടിയന്മാരാണെന്ന് വിചാരിക്കും. യദുന്നു ബിഹിൽ ബത്താലത്ത വൽ കസൽ, ഇവർ പിന്നെ തനി ഫ്രോഡാണ്, അല്ലെങ്കിൽ തനി മടിയന്മാരാണെന്ന് വിചാരിക്കും. നോക്കൂ, വതറൽ ജിബാല തഹ്സബുഹാ ജാമിദത്തൻ വഹിയ തമുറു മർറ സഹാബ് എന്ന് പറഞ്ഞ പോലെ ഖുർആൻ്റെ ഒരു ആയത്തിനെ ഇതിനോട് സമാനമായ മാനയ്ക്ക് വേണ്ടി പറയാം. ഇപ്പം പർവ്വതങ്ങളെ താങ്കൾ കാണും, തഹ്സബുഹാ ജാമിദ, അതിങ്ങനെ ഉറച്ചു നിൽക്കുന്നതാണെന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ ഈ പർവ്വതങ്ങൾ മേഘം സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കുന്നുണ്ട്. ഒന്ന് ഖിയാമത്ത് നാളിൽ എല്ലാം തവിടുപൊടിയാകുന്ന സമയത്തുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് ആ പറയുന്നത്. അഥവാ പർവ്വതങ്ങൾ അങ്ങനെ നിൽക്കുകയാണെന്ന് തോന്നുക. പക്ഷേ പർവ്വതമൊക്കെ മേഘം പോകുന്ന പോലെ പോകുന്നുണ്ടാകും, പക്ഷേ കണ്ടാൽ വിചാരിച്ചത് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് എന്ന പോലെ ചില ആളുകളെക്കുറിച്ച് നമ്മൾ കാണുമ്പോഴൊന്നും ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ ചെയ്യുന്നത്ര നമ്മളതും ചെയ്യണില്ല. അവരെപ്പോഴും കൽബുകൊണ്ട് പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ പലപ്പോഴും ഉണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുബ്തദിഈങ്ങളും മുൻതഹീങ്ങളും ഒരിക്കലും സമമല്ല ഇത്തരം കാര്യങ്ങളിലൊന്നും എന്നർത്ഥം. അപ്പം എന്തിനാപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ വിവാദങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും പോകാതിരിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞൊരു അജണ്ട. അപ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു വിഷയം കുറെ പഠിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പഠിച്ച് കുറേ അറ്റത്തെത്തിയോല് ചിലപ്പം പല വിവാദത്തിലും ശ്രദ്ധിക്കുന്നുണ്ടാകും. അപ്പോൾ പിന്നെ അത് കണ്ടിട്ട് തുടങ്ങുന്ന ഒരാൾ ഓനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാനോ ശ്രദ്ധിക്കട്ടെ, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാൾ പഠനത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയിട്ടുണ്ട്, അവന് ചിലപ്പം എക്സ്പീരിയൻസ് കൂടുതലാണ്, അവന് ചില കാര്യങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചാലും ഓൻ്റെ പഠന കാര്യങ്ങൾ നിരക്ക് കൊണ്ടുപോകാനോട് കഴിയും. കാരണം അവന് അതിനുള്ള സ്റ്റേബിളായ അവസ്ഥ അവൻ എത്തിയിട്ടുണ്ട്. മറ്റേ ആളൊരു സ്റ്റേബിളാവുന്ന അവസ്ഥയ്ക്ക് എത്തിയിട്ടില്ല. അയാളിപ്പോൾ തുടങ്ങണേ ഉള്ളൂ. അയാളുടെ തുടക്കത്തിൽ തന്നെ വേറെ പലതും ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അയാളുടെ പഠനം മുടങ്ങും. അപ്പോൾ ഏതൊരു വിഷയത്തിലും എന്ന പോലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു വിഷയം തുടങ്ങുന്ന ആളുകൾ പലതും ചെയ്യാൻ പാടില്ല. അത് ഈ കാര്യത്തിലൊക്കെ ബാധകമാണ് എന്നർത്ഥം. ഇനി അഞ്ചാമത്തെ വളീഫ, വളീഫത്തുൽ ഖാമിസ, ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം, അല്ലാ യദ്ഫഅ ഫന്നൻ മിൻ ഫുനൂനിൽ ഇൽമ്,
അൽ മഹ്മൂദ, സ്തുതിക്കപ്പെട്ട ഇൽമുകളിൽപ്പെട്ട ഒരു വിജ്ഞാനത്തിനെയും അവൻ തടയരുത്. ഇല്ലാ വയഹൂദു ഫിഹി, അതിലൊക്കെ പ്രവേശിക്കണം. ഹത്ത യത്തൊലയാല മഖ്സൂദിഹി, ആ ഇൽമിൻ്റെ മഖ്സൂദിലേക്ക് വെളിവാകുന്നത് വരെ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ മദ്മൂമായ ഇൽമും മഹ്മൂദായ ഇൽമും പറഞ്ഞിരുന്നു. അപ്പോൾ ദീൻ സ്തുതിച്ച ഇൽമുകൾ, ദീൻ നന്മ പറഞ്ഞതായ നല്ലത് എന്ന് ദീനിന് അഭിപ്രായമുള്ള ഇൽമുകൾ, ഇങ്ങനെയുള്ള സകല ഇൽമും പഠിക്കണം. എത്രത്തോളം എല്ലാം പാടെ പഠിച്ചാൽ ഒരാൾക്ക് കഴിയില്ല. ഓരോന്നിൻ്റെയും മഖ്സൂദ് മനസ്സിലാക്കുക, അതിൻ്റെ ലുബ്ബ് മനസ്സിലാക്കുക. ഒരു ഇൽമ് എന്തിനാണ്, എല്ലാ കാര്യത്തിലും ഇത് ബാധകമാണ്. എന്നല്ലാതെ ഇപ്പം പിന്നെ മതരംഗത്തുള്ള വിഷയങ്ങൾ മാത്രം പഠിക്കുക, ഭൗതിക രംഗത്തുള്ളത് മാത്രം പഠിക്കുക, അങ്ങനെയൊന്നുമല്ല. മഹ്മൂദായ ഇൽമുകൾ എന്തൊക്കെയുണ്ടോ ആ ഇൽമിനെക്കുറിച്ചൊക്കെ എല്ലാറ്റിൻ്റെയും ഒരു ലുബ്ബ് അവന് കിട്ടണം, മഖ്സൂദ് കിട്ടണം. ഫഇൻ സഅദഹുൽ ഉംറു, ആയുസ് അവനെ സഹായിക്കുകയാണെങ്കിൽ ഇസ്തൗഫാഹു, അത് പൂർത്തിയാക്കി പഠിക്കണം. ഇല്ലെങ്കിൽ വഇല്ല ഇഖ്താറൽ അഹമ, അഹമ്മിനെ മാത്രം തിരഞ്ഞെടുക്കണം. ഒരാളുടെ ആയുസ് എല്ലാ ഇൽമുകളും മുഴുവൻ പഠിക്കാൻ മാത്രം അവന് സൗകര്യപ്പെടുത്താണ് സാധ്യമാവുകയാണ്. എങ്ങനെയെല്ലാം പഠിക്കണം? ഇല്ല, അങ്ങനെ പലർക്കും കഴിഞ്ഞോളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ഇൽമിൻ്റെയും മുഖ്യമായ കാര്യം, ഏറ്റവും അതിൻ്റെ കോർ ഭാഗം അത് മനസ്സിലാക്കുക. ഒരു ഇൽമിൻ്റെ ബേസിക് കാര്യങ്ങളും അതിൻ്റെ കോർ ഭാഗവും മനസ്സിലാക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഞാനിപ്പോൾ ഇതൊക്കെ പഠിക്കുന്നുള്ളൂ, ഇത്രയൊക്കെ മതി, ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല എന്നർത്ഥം. എല്ലാ വിജ്ഞാനങ്ങളുടെയും അഹമായ കാര്യങ്ങൾ ഒരാൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി ആറാമത്തെ വദീഫ, അൽ വദീഫത്തു സാദിസ, ആറാമത്തെ ഉത്തരവാദിത്വം യസ്രിഫൽ ഇനായത ഇലൽ അഹമ്മി മിനൽ ഉലൂം. അതിൻ്റെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ്. ഏറ്റവും മുഖ്യമായ ഇൽമിലേക്ക് ശ്രദ്ധ തിരിക്കണം. പ്രാമുഖ്യമില്ലാത്ത സാധനത്തിൽ കുറേ സമയം ചിലവഴിക്കരുത്. ഓരോ ഇൽമിൻ്റെയും മെറിറ്റ് മനസ്സിലാക്കിയിട്ടായിരിക്കണം അതിനെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ സമയത്തെ സ്പെൻഡ് ചെയ്തത് നമുക്കിങ്ങനെ പൂതിയുള്ളത്, താല്പര്യമുള്ളത്, രസമുള്ളത് അത് നോക്കിയിട്ടല്ല. ഒരു വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം നോക്കണം. അപ്പോൾ ഒരു അറിവിൻ്റെ ഒരു മേഖലയുടെ പ്രാധാന്യവും പ്രാമുഖ്യവും മനസ്സിലാക്കിയിട്ടായിരിക്കണം അതിന് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് എന്നർത്ഥം. ഏറ്റവും പ്രാമുഖ്യമുള്ളത് ഏതാ? ബഹുവ ഇൽമുൽ ആഖിറ, ആഖിറുമായി ബന്ധപ്പെട്ട ഇൽമ്. അനീബിദാലിക്ക ഖിസ്മുൽ മുആമല വൽ മുകാശഫ. ഒന്ന് അള്ളാഹുമായിട്ടുള്ള മുആമലത്തിൻ്റെ ഭാഗങ്ങൾ ഒക്കെ. ഇവിടെ പിന്നെ മുആമല എന്ന് പറയുമ്പം അള്ളാഹുമായിട്ടുള്ള ഇടപാടുകൾ, നമ്മളെ ഇബാദത്ത് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. മുകാശഫ കശ്ഫാണ്. അത് മുആമലത്തിൽ കൂടുതൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് പലയാതി കശ്ഫുകൾ ഉണ്ടാവും. അവൻ ഖൽബിലേക്ക് പലതും നമുക്ക് തുറന്നിങ്ങനെ തരും. അതാണ് ഇൽമുൽ മുകാശഫ എന്ന് പറയും. ഇതാണ് ആഖിറത്തിലേക്കുള്ള വഴി. ഇതാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളത്. ഈ ഇൽമ് എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി പരമാവധി സമയത്തെ ചെലവഴിക്കണം. ഇവിടെ മുആമലത്ത് തുഫ്ളീൽ മുകാശഫ, മുകാശഫയിലേക്ക് എത്തും. ഒരു മുകാശഫ എന്ന് പറഞ്ഞാൽ മാരിഫത്തുള്ളാഹി തആല, അള്ളാഹിനെ അറിയലാണ്. അപ്പോൾ അള്ളാഹുവിനെ അറിയുക എന്ന മുകാശഫ, ആ കശ്ഫിലേക്ക് നേരെ എത്തൂല. അത് ഇൽമുൽ മുആമലയിലേക്ക് അവൻ ബന്ധപ്പെട്ട് അതിലൂടെ സഞ്ചരിക്കണം. അപ്പോഴേ മുകാശഫയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഈ മുകാശഫ എന്ന് പറയുന്നത് വദാലിക നൂറുൻ യഖദിഫുഹുല്ലാഹു ഫീ ഖൽബി സക്കിയ്യിൻ ബിൽ ഇബാദത്തി വൽ മുജാഹദ. ഇബാദത്ത് കൊണ്ടും ദേഹച്ചയോടുള്ള ജിഹാദ് കൊണ്ടും ശുദ്ധീകരിക്കപ്പെട്ട വിമലീകരിക്കപ്പെട്ട ഒരു ഖൽബിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന പ്രകാശമാണ്. അതാണ് ശരിക്കും മുക്കാശഫ എന്ന സാധനം. ഇൽമുൽ മുക്കാശഫയുള്ള ആളാണ്. നമ്മളിപ്പോൾ മൊഹീദി ശേഖിനെ കുറിച്ച് ഇരുന്ന ഇരിപ്പിന് ഏഴാകാശം കണ്ടോവർ ഏറും മലക്കൂത്തില്ലാജാളി എന്നോവർ എന്ന് പറയും. എങ്ങനെയാണ് ഇരുന്ന ഇരിപ്പിന് ഏഴാകാശം കാണുക? എൻ്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ എന്ന് പറയും. എൻ്റെ കണ്ണെപ്പോഴും ലൗഹിൽ മഹ്ഫൂദിലാണ്. നമ്മളിങ്ങനെ എന്ത് ഭ്രാന്തായി പറയണമെന്ന് വിചാരിച്ചു നമുക്കതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കുത്തുന്ന മേപ്പിട്ട് നോക്കിയാൽ ലൗഹിൽ മഹ്ഫൂദ് ഇങ്ങനെ കാണുകയാണ്. ഇതൊരു കശ്ഫാണ്. അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന സംഗതിയാണ്. പക്ഷേ ഈ കശ്ഫ് പെട്ടെന്നുണ്ടാവില്ല. ഈ കശ്ഫ് ഉണ്ടാകുന്നത് അവൻ്റെ ഖൽബ് അത്രത്തോളം തസ്കിയത്ത് ചെയ്യപ്പെട്ട വിമലീകരിക്കപ്പെട്ടതാകുമ്പോഴാണ്. അത് ഇബാദത്തും മുജാഹദ കൊണ്ട് ദീർഘകാലത്തെ എക്സ്പീരിയൻസ് അവനുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ പിന്നെ അള്ളാഹ് ഒരു സമയത്ത് അങ്ങോട്ട് കൊടുക്കും. ആ കൊടുക്കുന്നതിൽ വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ആ മേഖലയിലേക്ക് എന്ത് ചെയ്യണം? പോകാൻ അവൻ ഇൽമുൽ മുആമല, അള്ളാഹുമായിട്ടുള്ള മുആമലത്ത് കൃത്യമായിട്ട് അവൻ നടത്തണം. അത് സാധ്യമായിരിക്കണം. വദാലിക, അതാണ് അല്ലദി യന്തഹി ഇലാ റുത്ബത്തി ഈമാനി അബീ ബക്കർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ ഈമാനിനെ കുറിച്ച് പറയല്ലോ നമ്മൾ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ ഈമാൻ തുലാസിൻ്റെ ഒരു തട്ടിലും ബാക്കി ലോകത്തെ മുഴുവൻ ആളുകളുടെയും അമലും ഇബാദത്തും തുറാസിൻ്റെ മറ്റേ തട്ടിലും വെച്ചാൽ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈമാനാണ് കനം കൂടുതലുണ്ടാവുക. എന്താപ്പാ പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിന്നെ ഇബാദത്ത് ഇത്രത്തോളം കൂടുതലായതുകൊണ്ടല്ല. ചിലപ്പം പലരുടെയും നിസ്കാരവും നോമ്പും ഒക്കെ തീർത്തി നോക്കുമ്പോൾ അത്ര നിസ്കാരവും നോമ്പും സിദ്ദീഖ് അക്ബറിന് ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അത് അൽ വാരിദ് ഫി ഹദിൽ വന്ന ലൗ ബുസിന ഈമാനു അഹ്ലിൽ അർദി ബി ഈമാനി അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു ലറജഅ. കണ്ടില്ലേ? അപ്പോൾ ലോകത്തുള്ള ആളുകളുടെ ഈമാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈമാനുമായിട്ട് തൂക്കപ്പെട്ടാൽ ലറജഅ, സിദ്ദീഖുൽ അക്ബറിൻ്റെ ഈമാൻ മുൻഗണനയുള്ളതാകും, അത് കനം തൂങ്ങും. അതെന്തുകൊണ്ടാണ്? അത് വദാലിക ലിസിർരിൻ ബുഖിറ ഫീ സദ്രിഹി ലാലി തർത്തീബിൻ വൽ ഹുജജ്. ഇതെന്തുകൊണ്ടാണ്? അതൊരു സിറാണ്. അദ്ദേഹത്തിൻ്റെ സ്വദറിലുള്ള, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള സ്ഥിരപ്പെട്ട് നിൽക്കുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു സിറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഈ കശ്ഫാണ്. അത് പലതുമായിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള പല നിലക്കുള്ള സഹവാസത്തിൽ വെളിവാകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പോലും സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ച് പിന്നെ സാഹിബ് എന്ന പ്രയോഗം പ്രയോഗിച്ചു. ഇത് യഖൂലു സാഹിബിഹി ലാ തഹ്സൻ. അപ്പോൾ ഒരാളെക്കുറിച്ച് ഖുർആൻ നബി തങ്ങളുടെ സാഹിബ് എന്ന് ഉപയോഗിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് കുറേ ഇബാദത്ത് ഇതുകൊണ്ടുള്ളതല്ല, അത് ഖൽബിൻ്റെ പ്രത്യേകതയാണ്. ഈ ഖൽബിൻ്റെ ഒരു അള്ളാഹുമായിട്ടുള്ള ബന്ധപ്പെട്ട് സിറാണ്. ഈ സിറാണ് ശരിക്കും മുക്കാശഫ എന്ന് പറയുന്ന സംഗതി. ഈ മുക്കാശഫ ഉണ്ടാകുന്നത് മുആമലത്തിലൂടെ, അത് ഇൽമ ഇബാദത്ത് പോലുള്ള കാര്യത്തിലൂടെ അവൻ്റെ ഖൽബിനെ തെളിയിച്ചെടുത്തു കൊണ്ടുണ്ടാകുന്ന ഒരവസ്ഥയിൽ പിന്നെ അള്ളാഹു അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. വൽ അജബ്, അത്ഭുതകരമായ സംഗതി. ഇത്തരം സംഗതിയൊക്കെ നബിസങ്ങൾ പറയുന്ന ഒരാൾ കേൾക്കും. മിമ്മൻ യസ്മഉ ഹാദിഹിൽ അഖ്വാല മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതകരമായ സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം വാക്കുകൾ പറയുന്നത് കേട്ടിട്ട് പിന്നെ സൂഫിയാക്കൾ ഇതേപോലുള്ള വർത്തമാനം പറയുമ്പം അത് നമ്മൾ നിസ്സാരാക്കും. അപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാം, നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇപ്പം സൂഫിയാക്കളെ ചരിത്രം കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, കുറച്ച് ഓവറല്ലേ, ആക്കെ പൊന്ന് വർത്താനാ ഇങ്ങനെ. എന്നാലോ നമ്മൾ നബിതങ്ങൾ പറഞ്ഞൊരു വാക്ക് നോക്കിയാട്ടെ, നബിതങ്ങൾ ഇപ്പോൾ പറഞ്ഞ വാക്കാണ് ഇപ്പോൾ പറഞ്ഞത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഈമാൻ ഒരു തട്ടിലും ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരെ ഈമാൻ വേറെ തട്ടിലും വെച്ചാൽ സിദ്ദീഖുൽ അക്ബറിൻ്റെ ഈമാൻ കനം തൂങ്ങും. അവിടെ നമുക്ക് ഇതുപോലെ പറഞ്ഞോട്ടെ, കുറച്ച് ഓവറായി, അത് നമ്മളാരും പറയില്ലല്ലോ. ഇവിടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ശരിക്ക് നബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളൊന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ? അപ്പം ഇതിനോട് സമാനമായ വാക്കുകൾ ചിലപ്പോൾ സൂഫിയാക്കൾ ഇതുപോലെയൊക്കെ പലതും പറയും. അതായത് അസംഭവ്യമല്ലാത്ത പോസിബിളായ കാര്യങ്ങൾ, അതൊന്നും ഇമ്പോസിബിളായ കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. പോസിബിലിറ്റി ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ സൂഫിയാക്കളൊക്കെ പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യും, അത് കുറച്ച് ഓവറായെന്ന് നമ്മൾ പറയും. ഇതാണ് വലിയ അത്ഭുതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നത് അതിന് സമാനമായ കാര്യങ്ങൾ ലോകത്ത് മറ്റൊന്നുണ്ടാകാം, അതിന് വിരോധമില്ല എന്ന് മനസ്സിലാക്കാനും കൂടിയാണ്. അതൊക്കെ ഇങ്ങോട്ട് സൂഫിയാക്കളെ പുറംപറത്താനാണ്, അവരുടെ ഒരു പിന്നെ വഴിവിട്ട സംസാരത്തിൽപ്പെട്ടതാണെന്നൊക്കെ നമ്മൾ പലതും വിചാരിക്കും. വയസാമു അന്നഹു മിൻ തുറഹാത്തി സൂഫിയ. അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ പിന്നെ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം. ഫത്തൈദ് ഫിഹാദ, ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. കാരണം അവിടെ എന്തുവരും, മൂലധനം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഫൈൻദഹു ളുയ്യത്ത് റഅ്സൽമാൽ, നമുക്കുണ്ടായിരിക്കേണ്ട മൂലധനം ഈ അടിസ്ഥാനപരമായ ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസമാകുന്ന മൂലധനം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പലതിനെക്കുറിച്ചും, കാരണം ഔലിയാക്കളെക്കുറിച്ച് സൂഫിയാക്കളെക്കുറിച്ച് കേൾക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് പിന്നെ തള്ളലാണ് തോന്നിപ്പോവും. എന്തോ ഒരു തള്ളു, നമ്മൾ ഇന്നത്തെ ശൈലി അങ്ങനെയാണല്ലോ. അത് യഥാർത്ഥത്തിൽ നമ്മുടെ അടിസ്ഥാന മൂലധനം നഷ്ടപ്പെടുത്തുന്ന വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഫക്കുൻ ഹാരിയസൻ അലാ മാരിഫത്തി ദാലിക സിറ്റിൽ ഖാരിജൻ ബിദാഅത്തിൽ ഫുഖഹായിൽ മുത്തകല്ലിമീൻ, ഫുഖഹായിൻ്റെയും മുത്തകല്ലിമീങ്ങളുടെയും വിഷയത്തിൻ്റെ പുറത്തുള്ള ഈ സിറ് മനസ്സിലാക്കാൻ നീ പ്രത്യേകം താല്പര്യമുള്ളവനാവേണ്ടതാണ്. ഇപ്പോൾ ഒരു ഫഖീഹായ ആൾ, അവൻ ഫിഖ്ഹിൻ്റെ ഇൽമു പറയും, കാരണം അവന് ഇൽമുൽ മുആമല മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇൽമുൽ മുആമലയിൽപ്പെട്ട സംഗതികളാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ, വിഷയങ്ങൾ മറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോകും. കശ്ഫിൻ്റെ ഇൽമു എന്ന് പറഞ്ഞാൽ അള്ളാഹു, അത് മറ്റൊരു രസമാണ്, അത് മറ്റൊരു ലോകമാണ്. ആ ലോകത്തെത്താത്തവർക്ക് അതിനെക്കുറിച്ച് എന്തറിയും? ഒന്നും അറിയില്ല. അപ്പോൾ ആ ഹിർസ് നിനക്ക് വേണം, അത് അന്വേഷിക്കാൻ. ഫലാ യുർഷിദുക ഇലൈഹി ഇല്ലാ ഹിർസുക ഫി ത്വലബ്, അത് നീ അന്വേഷിച്ചുകൊണ്ട് നീ ഹിർസോടുകൂടി നീ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നിനക്കത് കിട്ടുള്ളൂ. അത് കിട്ടാത്ത കാലത്തോളം ആ മേഖലയിലുള്ള ഒരാൾ പറയുന്നത് കേട്ടാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ചില കറാമത്തുകളൊക്കെ ഇങ്ങനെ പറയണേട്ടാൽ നമുക്കിങ്ങനെ ചിരി വരും. ഓൻ്റെ തള്ളലാണ് അറിയും. അത് വിഷയം എന്താ വെച്ചാൽ നമുക്ക്
അതിൻ്റെ പരിസരത്ത് പോയിട്ട് 4 അയലത്ത് പോലും നമ്മളെത്തിയിട്ടില്ല. അതതിൻ്റെ പ്രശ്നം. നമ്മളിപ്പോൾ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഒരാളെ വിളിച്ചു, ഇവിടുന്ന് അമേരിക്കയ്ക്ക് നമ്മൾ മൊബൈലിൽ വിളിച്ചു, വാട്സപ്പിൽ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതമല്ല. എന്നാലോ അങ്ങനെ മൊബൈലും വാട്സപ്പും ഒന്നുമില്ലാതെ ഇവിടുന്ന് ഒരാളിങ്ങനെ ഒരു വലിയ എന്ത് ചെയ്തു, അമേരിക്കയുടെ ഒരു വലിയനോട് നേരിട്ട് സംസാരിച്ചു. നമ്മൾ പറയും തള്ളൽ എന്ന് പറയും. അപ്പം അവിടെ നമുക്ക് സംഭവിക്കുന്ന വിഷയം എന്താണ്? നമ്മൾ മൊബൈലിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഉപകരണത്തിൽ നമ്മൾ ഈ ഉപകരണത്തിന് ഇതിനൊക്കെ കഴിയും, അതിപ്പോൾ സ്വാഭാവികമാണല്ലോ അറിയും. എന്നാൽ പഠിച്ചവനെന്തിനാ ഈ മൊബൈൽ? അത് അവനുമായിട്ട് ആ നിലക്കുള്ള സിറ് സ്ഥാപിച്ചാക്കാൻ സാധ്യമാവുള്ളൂ എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത, അതിൻ്റെ ഒരു വിഷയവും ഇല്ലാത്ത ഒരാൾ തള്ളലാണ് അറിയും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഫഅലം, നീ മനസ്സിലാക്കുക, അന്ന അഷ്റഫൽ ഉലൂമി വഗായത്തുഹാ മഅരിഫത്തുല്ലാഹ്, ഇൽമുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതും അതിൻ്റെ ഏറ്റവും അറ്റവും അള്ളാഹിനെ അറിയാന്നുള്ളതാണ്. എന്ത് വിജ്ഞാനങ്ങളാണെങ്കിലും നമുക്ക് എന്തും പഠിക്കാം, മഹ്മൂദായ എന്ത് കാര്യവും നമുക്ക് പഠിക്കാം. പക്ഷേ എല്ലാറ്റിൻ്റെയും ഏറ്റവും മുകളിൽ അള്ളാഹിനെ മനസ്സിലാക്കുക, അതാണ് ഏറ്റവും വലുത്. നമ്മൾ ലോകത്തെല്ലാം പഠിച്ചു, പക്ഷേ അള്ളാഹിനെ മനസ്സിലാക്കിയില്ല. പിന്നെന്താണ് അറിവുകൊണ്ട് കാര്യം? ആ അറിവൊക്കെ നമുക്ക് കേടാണ്. ഈ കേട് ഇപ്പോഴല്ല തിരിക, നമ്മൾ മരിച്ച് ഒരു 6 അടി കീഴ്പ്പെട്ട് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുക. ഇത് മുഴുവൻ അപകടമായിരിക്കും. അപ്പം മഅരിഫത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ അത് വഹാദ ബഹറുൻ ലാ യുദ്റകു മുന്തഹ ഔസഹി, അതൊരു വലിയ സമുദ്രമാണ്. അതിൻ്റെ ആഴത്തിൻ്റെ അറ്റം ഒരിക്കലും ആർക്കും എത്താൻ കഴിയില്ല, അതൊരാൾക്കും കഴിയില്ല. കാരണം അള്ളാഹുവിൻ്റെ ഫുൾ യാഥാർത്ഥ്യം മനസ്സിലായ ആരാണ്ടാവുക? ആരും ഉണ്ടാവില്ല. അള്ളാഹുവിനെ പൂർണ്ണമായൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അത്രയും ആഴമുള്ളൊരു വിജ്ഞാന സാഗരമാണ് യഥാർത്ഥത്തിൽ മഅരിഫത്തുല്ലാഹി എന്ന് പറഞ്ഞത്. ഈ മഅരിഫത്തുല്ലാഹിയാണ് എല്ലാ ഇൽമുകളുടെയും ഏറ്റവും പരമമായ ലക്ഷ്യം. കാരണം അക്സാർ ദറജാത്തിൽ ബശരി, ഒരു മനുഷ്യൻ്റെ പദവികളിൽ ഏറ്റവും വലിയ പദവി ഏതാ? അത് അംബിയാ ഉലിയാൻ്റെ റുത്ബയാണ്. ഒരാൾ വലിയാവുക, നബിയാവുക. പക്ഷെ നബിയാവഞ്ഞ് കഴിയില്ല, കഞ്ഞൊരു നബി വരാനല്ലോ. അപ്പോൾ ഒരു മനുഷ്യനെത്തുന്ന സ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത്, മഅരിഫത്തുല്ലാഹിയിലൂടെ എത്തുന്ന വലിയൊരു സ്ഥാനം എന്ന് പറയുന്നത് അംബിയ ഔലിയാൻ്റെ സ്ഥാനമാണ്. സുമ്മല്ലദീനലും, പിന്നെ അവരടുത്തുള്ളവർ, ഔലിയാൻ്റെ നേരെ താഴെയുള്ള ആളുകൾ. ഇങ്ങനെയാണ് അവരെത്തേണ്ടത്. കാരണം ഇതിൻ്റെയൊക്കെ പദവിയുടെ രീതി മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം പറയണം. വഖദ് റുവിയ അന്ന ഹക്കീമൈന മിനൽ ഹുക്കമായ മുത്തഅബ്ബിദീൻ, ഇബാദത്തെടുക്കുന്ന 2 ഹക്കീം, 2 തത്വജ്ഞാനികൾ, അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഒരാളെ കയ്യിലൊരു പേപ്പറുണ്ട്. റുയ ഫി യദി അഹദിഹിമാ റുഖഅത്തുൻ, ഒരാളെ കയ്യിലൊരു കടലാസ് കാണപ്പെട്ടു. ആ കടലാസിൽ എന്താ എഴുതി അറിയോ? വലിയ തത്വങ്ങളായിരിക്കും. ഇൻ അഹ്സൻത കുല്ല ഷൈഇൻ ഫലാ തളുന്ന അന്നക അഹ്സൻത കുല്ല ഷൈഇൻ ഹത്താ തഅരിഫ അല്ലാഹ തആല വതഅലമ അന്നഹു മുസബ്ബിബുൽ അസ്ബാബ് വമൂജിദുൽ അഷ്യാ എന്നാണ് മൂപ്പര കയ്യിലുള്ള കടലാസിലുള്ളത്. എന്ത്? ഇൻ അഹ്സൻത, എല്ലാ ഇഹ്സാനും നീ ചെയ്താൽ, ഭൂമിയിൽ നന്മയായിട്ട് എന്തൊക്കെയുണ്ടോ ആ നന്മ മുഴുവൻ നീ ചെയ്തു. എന്നാൽ പോലും ഫലാ തളുന്ന അന്നക അഹ്സൻത കുല്ല ഷൈ, നീ എല്ലാ നന്മയും ചെയ്തു എന്ന് നീ വിചാരിക്കണ്ട. ഹത്താ തഅരിഫ അല്ലാഹ്, നീ അള്ളാഹനെ അറിയുന്നത് വരെ. അള്ളാഹുവാണ് മുസബ്ബിബുൽ അസ്ബാബ്, എല്ലാ കാരണത്തെയും കാരണങ്ങളാക്കുന്നവൻ അവനാണ്. അവനാണെല്ലാം സൃഷ്ടിച്ചവൻ. മൂജിദുൽ അഷ്യാ എന്ന ബോധ്യം നിനക്കുണ്ടാവാതെ ഇഹ്സാൻ്റെ ഭാഗങ്ങൾ മുഴുവൻ നീ ചെയ്താൽ പോലും നീ ഇഹ്സാൻ ചെയ്തവനാണ് എന്നൊരിക്കലും വിചാരിച്ചു പോകണ്ട. നീ ഇഹ്സാൻ ചെയ്തിട്ടില്ല, നന്മ ചെയ്തിട്ടില്ല. നോക്കൂ, എത്ര ആഴത്തിലുള്ളൊരു വാക്കാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പല സംഗതിയെക്കുറിച്ചും ഇഹ്സാൻ, നന്മ എന്ന് പറയും, ഇഹ്സാൻ എന്ന് പറയും. പക്ഷേ മഅരിഫത്തുല്ലാഹി ഇല്ല. ഇതൊക്കെ റബ്ബിൻ്റെതാണ്. ഒരു വിഷയത്തിൻ്റെ കാരണത്തെ കാരണമാക്കുന്നത് അവനാണ്. നമ്മളൊരു ഗുളിക കുടിച്ചാൽ, ഒരു മരുന്ന് കഴിച്ചാൽ ഒരു രോഗം സുഖമാണ്. ഇവിടെ നമ്മൾ നേരെ എന്ത് മനസ്സിലാക്കുകയാണ്? ഈ മരുന്ന്, ഈ ഡോക്ടർ, ഇയാളാണിത് സുഖാക്കണത്. ഇതിനപ്പുറത്ത് ഈ മരുന്നിനെ ഇതിൻ്റെ സുഖത്തിൻ്റെ കാരണമാക്കിയവൻ, ഈ രോഗം സുഖമാവാനുള്ള കാരണമായിട്ട് ഈ മരുന്ന് നിശ്ചയിച്ചവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ആ മരുന്നുകൊണ്ട് സുഖമായത്. ആ ബോധത്തിലേക്കെത്തുക, എല്ലാം സൃഷ്ടിച്ചത് അവനാണ് എന്ന ബോധത്തിലേക്കെത്തുക. അതില്ലാതെ എല്ലാ ഇഹ്സാൻ നീ ചെയ്താൽ പോലും നീ ഇഹ്സാൻ ചെയ്തവനല്ല. ഒരു ഹക്കീമിൻ്റെ കടലാസിൽ അങ്ങനെയുള്ളത്. മറ്റേ ഹക്കീമിൻ്റെ കടലാസിലോ വഫിയദില്ല അഖിലി റുഖാത്തുൻ, അയാളുടെ കയ്യിലൊരു കടലാസുണ്ട്. അതിലുള്ളത് കുന്തു ഖബ്ല അൻ അരിഫല്ലാഹ അഷ്റബു വ അൽമഉ ഹത്താ ഇദാ അറഫ്തുഹു റവൈതു ബിലാ അഷ്റബ്. ഞാനായിരുന്നു അള്ളാഹിനെ അറിയുന്നതിൻ്റെ മുമ്പ് ഞാൻ കുടിക്കും, ഞാൻ ദാഹിക്കും.
എനിക്ക് ദാഹം ഉണ്ടാവുമ്പോൾ ഞാൻ വെള്ളം കുടിക്കും. എന്നാൽ പിന്നീട് ഞാൻ അള്ളാഹനെ മനസ്സിലാക്കിയപ്പോഴോ വെള്ളം കുടിക്കാതെ എനിക്ക് ദാഹം തീരാൻ തുടങ്ങി. റവയ്ത്തു ബിലാ ശുർബ്. ആ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കണം. അള്ളാഹനെ അറിയുന്നതിന് മുമ്പ് സാധാരണ പോലെ എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കുക. നമ്മൾ ദാഹിച്ചാണല്ലോ വഴിയുന്ന വെള്ളം കുടിക്കണം. ദാഹിച്ചാൽ പൊതുവേ ദുന്യാവിലുള്ള സിസ്റ്റം എന്താണ്? ദാഹിച്ചാൽ വെള്ളം കുടിക്കണം, അപ്പോൾ ദാഹം മാറും. പക്ഷെ ഞാൻ അള്ളാഹനെ മനസ്സിലാക്കിയപ്പോൾ പിന്നെ എന്ത് ദാഹം, എന്ത് വെള്ളം കുടി, പിന്നെ ദാഹം മാറുന്നു. പിന്നെ ദാഹം എന്തിലേക്കാണ്? അള്ളാഹുവിലേക്ക് മാത്രം ദാഹം. അവൻ്റെ സാമീപ്യം ഉണ്ടാകുമ്പോൾ അവൻ്റെ ദാഹം മാറും. അത് വെള്ളം കുടിച്ചുകൊണ്ടല്ല, അസ്ബാബുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അത്തരം ആളുകൾ അത് ചെയ്യുക എന്നർത്ഥം. ഒക്കെ വിശാലമായ വിഷയങ്ങളാണ്. അപ്പം ചില സൂഫിയാക്കൾ ചിലപ്പോൾ രോഗം വന്നാൽ ചികിത്സിക്കാൻ പോകില്ല. രോഗം വന്നാൽ പടച്ചവനല്ലേ, അവൻ സുഖമാക്കിക്കോളും എന്ന് പറയും. നമ്മൾ തൃപ്പഞ്ചിസ്ഥാനെ പോലുള്ള അത്തരം ആളുകളൊക്കെ നമുക്ക് കേട്ടാൽ പിരാന്താണ് തോന്നിപ്പോവും. നമ്മളൊക്കെ ആവും പറഞ്ഞിരുന്നാൽ പിരാന്തായിരിക്കും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഇവർ ഇങ്ങനെ ആയിരിക്കും. കാരണം അവർ അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ അവസ്ഥയിലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സബബുമായി ബന്ധപ്പെടുക എന്നുള്ളത് അവരെ കയ്യിലില്ല. ഒരു നേരെ റബ്ബിൻ്റെ അടുത്തുള്ളതേ. ഓനാണല്ലോ സുഖാക്കണോന്, അത് ഓനാണ് സുഖാക്കിക്കോളും. ഈ ചിന്ത കാരണം എന്തുകൊണ്ട്? അതാണ് ഹത്തായത് അറഫ്തു റവൈത്തു ബിലാ ശുർബിൻ. ഞാൻ കുടിക്കാതെ ദാഹം തീരുന്നു. അതൊരു ഉദാഹരണം പറയാണ്. എനിക്ക് ദാഹം തീരണമെങ്കിൽ വെള്ളം കുടിക്കണ്ട. കാരണം ദാഹം തീർക്കുക എന്നുള്ള പ്രക്രിയ നടക്കുന്നത് അള്ളാഹു നടത്തുന്നതാണ്. അതിൻ്റെ കാരണമാണ് വെള്ളം കുടി. ആ കാരണമില്ലെങ്കിലും ഒരാൾക്ക് ദാഹം മാറ്റാൻ കഴിയും. അത് മാരിഫത്തുല്ലാഹിലൂടെ വരുന്നൊരു സംഗതിയാണ്. അതാണ് കുന്തു ഖബ്ല അൻ ആരിഫ് അല്ലാഹ അഷ്റബ് വ അൽമ ഹത്താ ഇദാ അറഫ്തുഹു റവൈതു ബിലാ ശുർബ്. അള്ളാഹനെ അറിയാത്ത കാലത്ത് വെള്ളം കുടിക്കും, എന്നാലും പിന്നെയും ദാഹിക്കുമായിരുന്നു. എന്നാൽ അള്ളാഹനെ അറിഞ്ഞപ്പോഴോ പിന്നെ വെള്ളം തന്നെ കുടിക്കണ്ട, അല്ലാതെ തന്നെ ദാഹം തന്നെ അല്ല. ഈ ഒരവസ്ഥ. ഇനി ഏഴാമത്തെ വദീഫയും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഏഴാമത്തെ ലാസ്റ്റാണ്. അത് മുതഅല്ലിമിൻ്റെ ഉദ്ദേശം എപ്പോഴും ഫിൽ ഹാലി, ഏത് ഒരു സമയത്തും തഹ്രിയത്തു ബാത്തിനിഹി ബിമാ യൂസിലുഹു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് എത്തുന്ന കാര്യം കൊണ്ട് അവൻ്റെ ബാത്തിന് നന്നാക്കുക, ഉള്ളു നന്നാക്കുക എന്നായിരിക്കണം. എന്തിനാണ് പഠിക്കണത്? നമ്മളെ ഖൽബ് നന്നാവാൻ, നമ്മൾ നന്നാവാൻ, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ. വൈലാ ജിബാഹിൽ മല ഇല്ലാല, അള്ളാഹുവിൻ്റെ ഉന്നതമായ സമീപത്ത് നമുക്ക് എത്തിച്ചേരാൻ ഇതിനാണ് പഠിക്കുന്നത്. ആ ഉദ്ദേശം ഉണ്ടാകാവൂ. വലാക്സുബി റിയാസത്ത് അവൽ മാല വൽ ജഹ, ഒരിക്കലും നേതാവാകാൻ ആഗ്രഹിക്കരുത്, സമ്പത്ത് ആഗ്രഹിക്കരുത്, പ്രസിദ്ധി ആഗ്രഹിക്കരുത്. ഇതിനു വേണ്ടി പഠിക്കരുത്. ആ പഠനം വെറുതെയാണ്. അപ്പോൾ എന്തിനാണ് പഠിക്കണത്? പഠിച്ചാലേ ആരുടെയും നമുക്ക് പ്രസിഡൻ്റ് ആകാൻ പറ്റുള്ളൂ. വല്ല കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ഓൻ നല്ല മൂല്യനാണ്, ഓനെ പ്രസിഡൻ്റ് ആക്കുക അറിയും. അല്ലെങ്കിൽ ഓൻ വിവരമുള്ള ആളാണ്, ഓനെ സെക്രട്ടറി ആക്കുക അറിയും. ഈ ഒരു റിയാസത്തിന് വേണ്ടിയല്ല, സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയല്ല. അയിമലൂടെ പൈസ ഉണ്ടാക്കാലോ, ജാഹ് പ്രസിദ്ധി, ആൾക്കാരുടെ നിലംബരി ഉണ്ടാകുക, ഇതിനൊന്നും അതൊക്കെ ഉണ്ടായിക്കോളും, അത് വേറെ കാര്യം. ഇതിനൊന്നും പഠിക്കരുത്. ഒരു പഠനത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് മാത്രമായിരിക്കണം. അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ അടിമകളുണ്ട്, അവരിലേക്ക് എത്തിച്ചേരുക ഖൽബ് നന്നാക്കിയിട്ട്, ഹൃദയം നന്നാക്കിക്കൊണ്ട് അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് മാത്രമായിരിക്കണം. അല്ലാത്ത ലക്ഷ്യം വെച്ച പഠനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാളിൽ നമുക്ക് ഏറ്റവും അപകടമായി തീരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 7 കാര്യങ്ങളാണ് ഒരു മുതഅല്ലിം, പഠിക്കുന്നവർ എന്നുള്ള നിലക്ക് പരിഗണിക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം മനസ്സ് ശുദ്ധമാക്കുക എന്ന് ആദ്യം പറഞ്ഞു, മറ്റുള്ള ബന്ധനങ്ങളും കുറക്കുക എന്ന് പറഞ്ഞു, ഇൽമിൻ്റെയും മുഅല്ലിമിൻ്റെയും മേലിൽ കിബ്ർ നടക്കാതിരിക്കുക എന്ന് പറഞ്ഞു, പലയാതി ഇഖ്തിലാഫുകളും തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു, എല്ലാ വിജ്ഞാനങ്ങളിൽ നിന്നും ഏറ്റവും അനിവാര്യമായ ലുബ്ബിനെ അവൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞു, അവൻ്റെ പ്രാമുഖ്യം എപ്പോഴും ഏറ്റവും പ്രമുഖമായ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമിലേക്കായിരിക്കണം ശ്രദ്ധ. അത് ഇൽമുൽ മുകാശഫയും ഇൽമുൽ മുആമലയുമാണ് അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഖസ്ദ്, പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരിക്കലും നേതാവാകാനും മാലുമൊന്നും ആകരുത്, അവൻ്റെ ഉള്ളു നന്നാക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞു. ഈ 7 കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് നാം ഏറ്റവും പ്രാമുഖ്യമായി കാണേണ്ടത്. ഇനി ഇൻഷാ അല്ലാഹ് മുഅല്ലിമിൻ്റെ, അധ്യാപകൻ്റെ അജണ്ട എന്തായിരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.